സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ സുസ്ഥിരമെന്നും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമെന്നും ധനമന്ത്രി. കർഷകർ, ദരിദ്രർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ഉന്നമനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും നിർമ്മല സീതാരാമൻ. 12 ദേശീയ വ്യവസായ ഇടനാഴികളും പ്രഖ്യാപനത്തിൽ. കേന്ദ്ര ബജറ്റിലെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കും 3 ലക്ഷം കോടിയുടെ പദ്ധതി. യുവാക്കൾക്കായി തൊഴിൽ നൈപുണ്യ പദ്ധതി. 20 ലക്ഷം യുവാക്കൾക്ക് പരിശീലനം നൽകും. ആദ്യമായി ജോലിക്ക് കയറുന്നവർക്കും തൊഴിൽ ദാതാക്കൾക്കും സഹായം നൽകും. ജോലിസ്ഥലത്ത് സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കാൻ പ്രത്യേക നൈപുണ്യ വികസന പദ്ധതികളും ബജറ്റിൽ. കാർഷിക മേഖലയ്ക്ക് 1.52 ലക്ഷം കോടി. മുദ്രാ ലോൺ ഇരട്ടിയാക്കി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തി. ആദായ നികുതി നിയമത്തിൽ സമഗ്ര പരിഷ്കാരവുമായി കേന്ദ്ര ബജറ്റ്. 3 ലക്ഷം വരെ നികുതിയില്ല. 3 മുതൽ 7 ലക്ഷം വരെ 5% നികുതിയും 7 മുതൽ 10 ലക്ഷം രൂപ വരെ 10% നികുതിയും. ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടിയില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000-ൽ നിന്ന് 75,000 രൂപയാക്കി ഉയർത്തി. കോർപ്പറേറ്റുകൾക്ക് സഹായം നൽകാൻ ഏഞ്ചൽ നികുതി ഘടന മാറ്റുമെന്നും ധനമന്ത്രി. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ്. സ്വർണത്തിനും വെള്ളിക്കും വില കുറയും. കസ്റ്റംസ് തീരുവ 6% കുറച്ചു. 3 ക്യാൻസർ മരുന്നുകളുടെ നികുതി ഒഴിവാക്കി. എക്സ്റേ ട്യൂബുകളുടെ തീരുവയും കുറച്ചു. വസ്ത്രങ്ങളുടെയും മൊബൈൽ ഫോണുകളുടെയും ലെതർ ഉൽപ്പന്നങ്ങളുടെയും വില കുറയും. സമുദ്രോൽപ്പന്നങ്ങളുടെ നികുതിയിലും ഇളവ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ അവഗണന. ബജറ്റ് പ്രസംഗത്തിൽ ഒരു തവണ പോലും കേരളത്തിന്റെ പേര് പരാമർശിക്കാതെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇത്തവണയും കേരളത്തിന് പ്രത്യേക പദ്ധതികളില്ല. എയിംസിനായുള്ള കാത്തിരിപ്പ് നീളും. 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് എന്ന സംസ്ഥാന ആവശ്യവും നിരാകരിച്ചു. റെയിൽവേ, ദേശീയപാത വികസനത്തിനും സഹായമില്ല. വിഴിഞ്ഞം തുറമുഖത്തിന് 5,000 കോടിയുടെ പാക്കേജ്. സിൽവർ ലൈന് അനുമതി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കുക എന്നീ ആവശ്യങ്ങളും തള്ളി. ബജറ്റിൽ ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പാക്കേജുകൾ. ബീഹാറിന് 26,000 കോടിയുടെ സാമ്പത്തിക പാക്കേജ്. ബീഹാർ കേന്ദ്രമായി വ്യവസായ ഇടനാഴി സ്ഥാപിക്കും. 11,500 കോടി രൂപയുടെ പ്രളയ നിർമ്മാർജ്ജന പദ്ധതി. ബീഹാറിന്റെ പദ്ധതികൾക്കുള്ള അധിക ഫണ്ട് തുടർ വർഷങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നും ധനമന്ത്രി. ആന്ധ്രയ്ക്ക് തലസ്ഥാന വികസനത്തിനായി 15,000 കോടിയുടെ പ്രത്യേക പാക്കേജ്. ജലം, വൈദ്യുതി, റെയിൽവേ, റോഡുകൾ എന്നിങ്ങനെ ആന്ധ്രയുടെ സമഗ്ര വികസനവും ബജറ്റ് പ്രസംഗത്തിൽ. ബീഹാറിന് പുറമെ അസം, ഹിമാചൽ, ഉത്തരാഖണ്ഡ്, സിക്കിം സംസ്ഥാനങ്ങൾക്കുള്ള പ്രളയ ഫണ്ടും ബജറ്റിൽ. സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനപരമായ സമീപനം കൈക്കൊള്ളുന്നതാണ് മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ ആവർത്തിച്ചുന്നയിക്കാൻ യോജിച്ച ശ്രമം നടത്തുമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ബജറ്റ് കേരള വിരുദ്ധമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ബജറ്റിൽ കേരളത്തെ പരിഗണിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും സ്വന്തം മുന്നണി താൽപര്യം സംരക്ഷിക്കുകയാണ് ധനമന്ത്രി ചെയ്തതെന്നും KN ബാലഗോപാൽ. കേരളത്തിന് അർഹതയുള്ള തുക എടുക്കാൻ പോലും സമ്മതിക്കില്ലെന്ന സാഹചര്യം. BJP അക്കൗണ്ട് തുറന്നാൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞ മോദി കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടിയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ.
സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് പ്രഖ്യാപനം പ്രതിഷേധാർഹമെന്ന കൃഷിമന്ത്രി പി പ്രസാദ്. കാർഷിക മേഖലയെ അവഗണിച്ചു. കാർഷിക മേഖലയ്ക്ക് തുക വീണ്ടും കുറച്ചെന്നും ആരോപണം. ബജറ്റ് പ്രഖ്യാപനം വെറും പ്രസംഗം മാത്രമായെന്നും കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടും കേരളത്തിന് ഒന്നും ലഭിച്ചില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. മോദിയെ താങ്ങി നിർത്തുവാനുള്ള ബജറ്റാണ് പ്രഖ്യാപിച്ചതെന്നും കൃഷിമന്ത്രി പി പ്രസാദ്. വരുമെന്നാവർത്തിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. എയിംസിനായി മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത് സർക്കാർ നൽകണം. 360 ഏക്കർ സ്ഥലമെങ്കിലും വേണമെന്നും എങ്കിൽ എയിംസ് വന്നിരിക്കുമെന്നും സുരേഷ് ഗോപി. ബജറ്റിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് തലോടലെന്നും തൊഴിലവസരമുണ്ടാകുമെന്നും സുരേഷ് ഗോപി. കേന്ദ്ര ബജറ്റിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നിര. സഖ്യകക്ഷികൾക്ക് കൈക്കൂലി കൊടുത്ത ഭരണം പിടിക്കുവാനുള്ള മാർഗമായി BJP സർക്കാർ ബജറ്റ് ഉപയോഗിച്ചെന്ന് മമതാ ബാനർജി. തമിഴ്നാടിനെ ബോയ്ക്കോട്ട് ചെയ്ത ബജറ്റിൽ പ്രതിഷേധിച്ച നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുമെന്ന MK സ്റ്റാലിൻ. കേന്ദ്ര സർക്കാരിനെ താഴെ വീഴാതെ പിടിച്ചു നിർത്തുവാനുള്ള ശ്രമം മാത്രമാണ് ബജറ്റ് വഴി കേന്ദ്രം നടത്തുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേന്ദ്ര ബജറ്റ് കോപ്പിയടി ബജറ്റെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രികയും മുൻ ബജറ്റുകളും കോപ്പിയടിച്ചാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് രൂപീകരിച്ചതെന്ന് കോൺഗ്രസ്. ബജറ്റിനെ കുർസി ബച്ചാവോ ബജറ്റ് എന്ന് വിശേഷിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ധനമന്ത്രി കോൺഗ്രസ് പ്രകടന പത്രിക വായിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പരിഹസിച്ച് P ചിദംബരം. വ്യാജമെന്നർത്ഥം വരുന്ന നഖൽച്ചി പരാമർശം നടത്തി കോപ്പിയടി വാദം ആവർത്തിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിനെ പരിഹസിച്ച് തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജി. ഇത് കസേര രക്ഷിക്കുവാനുള്ള ബജറ്റെന്നും ഇത് ഇന്ത്യക്ക് വേണ്ടിയുള്ള ബജറ്റ് അല്ലെന്നും കല്യാൺ ബാനർജി. ബംഗാളിനൊന്നും നൽകിയിട്ടില്ല. അവർക്ക് ബംഗാളിനെയും ഒട്ടും ഇഷ്ടമല്ലെന്നും പ്രതികരണം. ബജറ്റിൽ ഫണ്ട് അനുവദിക്കുന്നതിലടക്കം അവഗണന നേരിട്ട് ആരോപിച്ച പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച പഞ്ചാബ് MPമാരും. ഇറക്കുമതി തീരുവ കുറയ്ക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ സ്വർണത്തിനും വെള്ളിക്കും വില ഇടിഞ്ഞു. കഴിഞ്ഞ 2 മാസമായി തുടർച്ചയായി റെക്കോർഡ് വിലയാണ് സ്വർണത്തിന് രേഖപ്പെടുത്തിയിരുന്നത്. അനധികൃതമായി രാജ്യത്തേക്ക് ഒഴുകുന്ന സ്വർണത്തിന്റെ അളവിൽ നേരിയ തോതിലെങ്കിലും കുറവുണ്ടാവുമെന്ന് കണക്കുകൂട്ടൽ. സ്വർണ്ണ വ്യാപാര മേഖലയുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ബജറ്റിൽ പരിഗണിച്ചതെന്നും അതിൽ സന്തോഷമെന്നും സ്വർണ്ണ വ്യാപാരികൾ. മേഖലയ്ക്ക് ഊന്നൽ നൽകുവാനുള്ള ശ്രമങ്ങൾ വ്യക്തമാക്കി ബജറ്റ്. കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ആണവോർജ്ജ രംഗത്ത് കൂടുതൽ വികസനത്തിനായി. ആണവോർജ്ജ ഉത്പാദനം വർദ്ധിപ്പിക്കുവാൻ ഭാരത് സ്മാൾ റിയാക്ടേഴ്സ് എന്ന പേരിൽ ചെറുകിട റിയാക്ടറുകൾ നിർമ്മിക്കും. അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റുകൾ വികസിപ്പിക്കും. പുതിയ പുനരുപയോഗ ഊർജ്ജ മേഖലയ്ക്കായി ബജറ്റിൽ വകയിരുത്തിയത് 19,100 കോടി. ഗ്രാമീണ മേഖലയെയും നഗരങ്ങളെയും തഴഞ്ഞു കേന്ദ്ര ബജറ്റ്. കേന്ദ്ര ബജറ്റിൽ ഗ്രാമീണ മേഖലയിലെ വികസനങ്ങൾക്കും മറ്റുമായി നിർമ്മല സീതാരാമൻ അനുവദിച്ചത് 2.66 കോടി രൂപ. ഈ പദ്ധതി ഇടക്കാല ബജറ്റിൽ അവതരിപ്പിച്ചത് തന്നെ. നഗരങ്ങളിലേക്ക് 1 കോടി വീടുകൾ നിർമ്മിക്കുന്ന നഗരഭവന പദ്ധതിയും ഇടക്കാല ബജറ്റിൽ അവതരിപ്പിച്ചത്. ഇക്കൊല്ലം തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്ന് ധനമന്ത്രി. ഇതിനായി 10 ലക്ഷം കോടി രൂപ ചിലവഴിക്കും.
ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ തകർച്ച. സെൻസെക്സ് 1000 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 380 പോയിന്റ് ഇടിഞ്ഞു. ഓഹരി വിപണിയിലെ ഇടിവ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉയർത്തുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ വിപണിക്ക് ഉണർവേകുന്ന പ്രഖ്യാപനങ്ങൾ ഇല്ല. നീറ്റിൽ പുനഃപരീക്ഷയില്ലെന്ന് സുപ്രീം കോടതി. പരീക്ഷാ പ്രക്രിയയെ ബാധിക്കുന്ന തരത്തിൽ വ്യാപകമായ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ല. ചോർച്ചയുണ്ടായത് ജാർഖണ്ഡിലും പാറ്റ്നയിലും. പരീക്ഷയുടെ പവിത്രത നഷ്ടപ്പെട്ടതിന് തെളിവില്ല. പരീക്ഷ റദ്ദാക്കിയാൽ അത് 24 ലക്ഷം കുട്ടികളെ ബാധിക്കും. പരീക്ഷാ നടത്തിപ്പിൽ പോരായ്മകളുണ്ടെന്നും CBI അന്വേഷണം അന്തിമഘട്ടത്തിലല്ലെന്നും സുപ്രീം കോടതി. എട്ടാം ദിനവും അർജുനെ കണ്ടെത്താനായില്ല. റഡാർ സിഗ്നൽ ലഭിച്ചയിടത്ത് ലോറിയില്ല. ഇന്നത്തെ തിരച്ചിൽ നിർത്തി ദൗത്യസംഘം. അർജുനെ കണ്ടെത്തും വരെ തിരച്ചിൽ വേണമെന്ന കുടുംബം. തിരച്ചിൽ നടന്നത് നേവിയുടെ നേതൃത്വത്തിൽ. കനത്ത മഴ തിരച്ചിലിന് പ്രതിസന്ധിയായി. പുഴയിൽ നിന്നും മണ്ണ് നീക്കുവാനുള്ള ഉപകരണങ്ങൾ ഇന്ന് എത്തിക്കുമെന്ന് കാർവാർ MLA. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കർണാടകയിൽ നിന്നുള്ള യാത്രാമധ്യേ കാണാതായത് 8 ദിവസം മുൻപ്. ഷിരൂർ സംഭവം ഗൗരവതരമെന്ന് നിരീക്ഷിച്ച് കർണാടക ഹൈക്കോടതി. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. നാളെ രാവിലെ തൽസ്ഥിതി റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകി കോടതി. ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടുത്തി കേന്ദ്രം ഇന്ന് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ചു. നാളെ കേസ് അടിയന്തരമായി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ഹർജി പരിഗണിച്ചത് ജസ്റ്റിസ് V. കാമേശ്വര റാവു, ജസ്റ്റിസ് CM ജോഷി എന്നിവരടങ്ങിയ ബെഞ്ച്. ചിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വിഷയത്തിൽ പക്വതയും മാന്യതയും കാണിക്കുവാൻ കർണാടക സർക്കാർ തയ്യാറാവണമെന്ന് നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ്. പോലീസ് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകണം. അപകട സ്ഥലത്ത് എത്തിച്ചേർന്ന കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകരോട് പരുഷമായി പെരുമാറുകയും അവരെ ആട്ടി ഓടുകയും ചെയ്യുന്ന കർണാടക പോലീസിന്റെ തെറ്റായ നിലപാട് കർണാടക സർക്കാർ തിരുത്തണമെന്നും അബ്ദുൽ വഹാബ്. നിപ കേസുമായി ബന്ധപ്പെട്ട് പ്രതിരോധ പ്രവർത്തനം ഊർജിതമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്ന് പരിശോധിച്ച 12 സാമ്പിളുകൾ നെഗറ്റീവ്. 54 പേർ പുതുതായി സമ്പർക്ക പട്ടികയിൽ. 220 പേർ ഹൈറിസ്ക് പട്ടികയിൽ. നിപ ബാധിത മേഖലകൾ സന്ദർശിച്ച് വൈറസിന്റെ ജീനോമിക് സർവേ നടത്തും. നിപ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ സഹായത്തിന് അഭ്യർത്ഥിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. നാഷണൽ ഹെൽത്ത് മിഷന് ആവശ്യമായ പണം കഴിഞ്ഞ 1 വർഷമായി ലഭിച്ചിട്ടില്ല. നിപ വൈറസിനും മറ്റു പകർച്ചവ്യാധികൾക്കുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ പണം ആവശ്യമാണ്. പണം അനുവദിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും വീണ ജോർജ്. വിവാദത്തിൽ ബാർ ഉടമകളുടെ വാദം ശരിവെച്ച് ക്രൈംബ്രാഞ്ച്. പണപ്പിരിവ് നടത്തിയത് മദ്യനയം മാറ്റവുമായി ബന്ധപ്പെട്ടല്ലെന്ന് അന്വേഷണ സംഘം. കോഴയ്ക്കായി പണം പിരിച്ചതിന് മൊഴിയോ തെളിവോ ഇല്ല. പിരിവെടുത്ത് കെട്ടിടം വാങ്ങാനെന്നും കണ്ടെത്തൽ. ബാർ ഉടമ അനിമോന്റെ ശബ്ദ സന്ദേശം തെറ്റിദ്ധാരണ മൂലമാണെന്നും ക്രൈംബ്രാഞ്ച്. മലപ്പുറം തിരൂരിൽ ക്ലാസ് മുറികളിൽ അട്ടശല്യം രൂക്ഷം. കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് അട്ട വീണതിനെ തുടർന്ന് തിരൂർ BP അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ സമരം നടത്തി. കുട്ടികൾ സ്കൂളിന് സമീപത്തെ റോഡ് ഉപരോധിച്ചു. വിദ്യാർത്ഥി സമരം സ്കൂളിൽ വേണ്ടത്ര ഭൗതിക സൗകര്യങ്ങൾ ഇല്ലെന്നാരോപിച്ചു.
പാമ്പാടി സെന്റ് മേരീസ് പള്ളിയിൽ കോടതി വിധി നടപ്പിലാക്കാനുള്ള പോലീസ് ശ്രമം പരാജയം. സഭാവിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് പിന്മാറി. പ്രതിഷേധത്തിനിടെ 6 സ്ത്രീകൾ കുഴഞ്ഞു വീണു. വിധി നടപ്പാക്കാതെ പോലീസ് പിൻവാങ്ങുന്നത് ഇത് 11ാം തവണ. വടക്കഞ്ചേരി മേഖലയിൽ തർക്കം നിലനിൽക്കുന്നത് മംഗലം ഡാം, ചെറുകുന്നം, എരുക്കുംചിറ പള്ളികളിൽ. ഹൈറിച്ച് പ്രതാപിന് ജാമ്യമില്ല. കലൂർ PMLA കോടതി ജാമ്യ ഹർജി തള്ളി ഉത്തരവായി. പ്രതിയുടെ റിമാൻഡ് കാലാവധി നീട്ടി. പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ്. പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്താവുന്ന കാര്യങ്ങൾ പ്രതിഭാഗത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി. ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ പെൺകുട്ടിയെ ആരോഗ്യ പ്രവർത്തകൻ പീഡിപ്പിച്ചതിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതിയെ പിടികൂടാൻ സൈബർ സെല്ലിന്റെ സഹായം തേടി അന്വേഷണ സംഘം. പ്രതിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം ബന്ധുക്കളെ ചോദ്യം ചെയ്തു. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് B. മഹേന്ദ്രൻ നായരെ ജോലിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. കേരളത്തിൽ വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വ്യാഴാഴ്ച ഓറഞ്ച് അലർട്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചനത്തിൽ. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. പാരീസ് ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ഫുട്ബോളിൽ അർജന്റീനയും സ്പെയിനും ഇറങ്ങും. മറ്റന്നാൾ അമ്പെയ്ത്തിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മത്സരം. ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകൾ വെള്ളിയാഴ്ച. ടെന്നീസ് താരം ആൻറ്റി മറേ വിരമിക്കാൻ ഒരുങ്ങുന്നു. പാരീസ് ഒളിമ്പിക്സിന് ശേഷം കോർട്ടിനോട് വിട പറയുമെന്ന ബ്രിട്ടീഷ് താരം. മറേ 2012-ലും 2016-ലും ഒളിമ്പിക് സ്വർണം നേടിയ താരം. വനിതാ ഏഷ്യാ കപ്പിൽ നേപ്പാളിന് 179 റൺസ് വിജയലക്ഷ്യം. നിശ്ചിത ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 178 റൺസ് എടുത്തു. ഷെഫാലി വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. വനിതാ ഏഷ്യാ കപ്പിൽ പാകിസ്ഥാന് തകർപ്പൻ ജയം. UAE തോൽപ്പിച്ചത് 10 വിക്കറ്റിന്. 103 റൺസ് 35 പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. 62 റൺസ് എടുത്ത ഗുൽ ഫിറോസയാണ് കളിയിലെ താരം. ജോ റൂട്ട് സച്ചിന്റെ ടെസ്റ്റ് റെക്കോർഡ് മറികടക്കുമെന്ന് മൈക്കൽ വോൺ. വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ 32ാം ടെസ്റ്റ് സെഞ്ചുറി നേടിയ റൂട്ടിന് ഇതേ ഫോം തുടർന്നാൽ സച്ചിന്റെ റെക്കോർഡ് മറികടക്കാമെന്ന് വോൺ. നിലവിൽ ജോ റൂട്ട് ടെസ്റ്റിലെ റൺ വേട്ടക്കാരിൽ 8ാം സ്ഥാനത്ത്. കേരള പ്രീമിയർ ലീഗ് ക്ലബ്ബായ മലപ്പുറം FC-യുടെ ലോഞ്ചിംഗ് മാറ്റിവെച്ചു. നിപ്പ പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ആണ് മാറ്റമെന്നാണ് ക്ലബ്ബ് അറിയിച്ചത്. പുതിയ തീയതി പിന്നീട് അറിയിക്കും. ഉദ്ഘാടനം ചെയ്യുന്നത് MA യൂസഫ് അലി. MLS ഓൾ സ്റ്റാർ മത്സരത്തിൽ ഇന്റർ മയാമി സൂപ്പർ താരം ലിയോണൽ മെസ്സി കളിക്കില്ല. പരിക്ക് കാരണം പിന്മാറ്റം. ലൂയിസ് സുവാരസിനും മത്സരം നഷ്ടമാകും. മെക്സിക്കൻ ക്ലബ്ബുകളിൽ നിന്നുള്ള താരങ്ങളെയാണ് MLS ഓൾ സ്റ്റാർ ടീം നേരിടുക. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകൻ മനോലോ മാർക്വേസിന് ആശംസകളുമായി മുൻ പരിശീലകൻ ഇഗോർ സ്റ്റിമാക്. ഈ യാത്ര അത്ര എളുപ്പമാകില്ല, പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിലുള്ള പരിചയസമ്പത്ത് മനോലോയ്ക്ക് ഗുണം ചെയ്യുമെന്ന സ്റ്റിമാക്. ഇന്ത്യൻ താരങ്ങളെ കൂടുതൽ മികവിലെത്തിക്കുവാൻ ആകട്ടെയെന്നും സ്റ്റിമാക്കിന്റെ ആശംസ.
ബെൽജിയം സൂപ്പർ താരം കെവിൻ ടി ബ്രൂയിൻ മാഞ്ചസ്റ്റർ സിറ്റിയിൽ തുടരും. സൗദി ക്ലബിലേക്ക് പോകില്ല. ചാമ്പ്യന്മാരുടെ നിര തന്നെ ഈ സീസണിലും തുടരുമെന്ന് കോച്ച് പെപ് ഗ്വാർഡിയോള. ഇന്ത്യക്കെതിരായ 2020 പരമ്പരയ്ക്കുള്ള ശ്രീലങ്കൻ ടീമിനെ പ്രഖ്യാപിച്ചു. 16-അംഗ ടീമിനെ ചരിത് അസ്ലങ്ക നയിക്കും. മുൻ നായകൻ അസുരംഗയും ടീമിൽ. ആദ്യ മത്സരം ജൂലൈ 27-ന്. വിവാദ IAS ട്രെയിനി പൂജ ഖേത്കർ ഒളിവിലെന്ന് സൂചന. മസൂറിയിലുള്ള IAS ട്രെയിനിംഗ് അക്കാദമിയിൽ പൂജ ഹാജരാകേണ്ടിയിരുന്ന അവസാന ദിവസമായിരുന്നു ഇന്ന്. ജൂലൈ 23-നകം ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം. പൂജ ഒളിവിൽ പോയത് വഞ്ചനാ കുറ്റത്തിന് UPSC രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ഭയന്നെന്നും റിപ്പോർട്ട്. ജനിതക മാറ്റം വരുത്തിയ കടുക് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുവാനുള്ള കേന്ദ്ര അനുമതിയിൽ ഹർജി. ഭിന്നവിധിയുമായി സുപ്രീം കോടതി ബെഞ്ച്. ജസ്റ്റിസ് നാഗരത്ന കേന്ദ്ര തീരുമാനത്തെ അനുകൂലിച്ചപ്പോൾ ജസ്റ്റിസ് കരോൾ വിയോജിച്ചു. ബെഞ്ച് പരിഗണിച്ചത് വിത്ത് ഉൽപാദനത്തിനും പരീക്ഷണത്തിനുമായി ഹൈബ്രിഡ് കടുക് കൃഷി ചെയ്യുന്നതിന് അനുമതി നൽകിയ കേന്ദ്ര തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജിയാണ്. GM വിളകളെക്കുറിച്ചുള്ള ദേശീയ നയം രൂപീകരിക്കുന്നതിന് 4 മാസത്തിനുള്ളിൽ പരിസ്ഥിതി മന്ത്രാലയം വിദഗ്ധരുമായി കൂടിയാലോചന നടത്തണമെന്നും ബെഞ്ച് നിർദ്ദേശം. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ 4 മാസം ഗർഭിണിയെ കൊന്ന് കൈകളും കാലുകളും വെട്ടിമാറ്റി മൃതദേഹം കത്തിച്ചു. ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ഒളിവിൽ. 23-കാരിക്കുണ്ടായ ദുര്യോഗം സ്ത്രീധനത്തിന്റെ പേരിൽ. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും നിരന്തര പീഡനം തീർക്കാനായി പണം നൽകിയിരുന്നതായി മരിച്ച യുവതിയുടെ കുടുംബം. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS ബ്രഹ്മപുത്രയ്ക്ക് തീപിടിച്ചു. ഒരു നാവികനെ കാണാതായതാണ് റിപ്പോർട്ട്. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ വെച്ചുണ്ടായ തീപിടുത്തത്തിൽ INS ബ്രഹ്മപുത്ര ഒരു വശത്തേക്ക് ചരിഞ്ഞെന്നും കാണാതായ നാവികനായി തിരച്ചിൽ തുടരുകയാണെന്നും നാവികസേന വ്യക്തമാക്കി. മറ്റെല്ലാ ഉദ്യോഗസ്ഥരും സുരക്ഷിതരാണെന്നും അധികൃതർ അറിയിച്ചു. തീപിടുത്തമുണ്ടായത് മൾട്ടി റോൾ ഫ്രിഗേറ്റ് പുനർനിർമ്മിക്കുന്നതിനിടെ. ബംഗളൂരുവിൽ ഡെങ്കിപ്പനി ബാധിച്ച് മലയാളി അധ്യാപിക മരിച്ചത് രാമങ്കരി കവലക്കൽ സ്വദേശിനിയായ ആൽഫിമോൾ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരുന്നു മരണം. കഴിഞ്ഞ 11 ദിവസമായി ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എയർ ഇന്ത്യയുടെ എയർബസ് 30 വിമാനം ഡൽഹി, ന്യൂയോർക്ക്, നെവാർക്ക് റൂട്ടുകളിൽ സർവീസ് നടത്തും. 2 റൂട്ടുകളിലും പ്രീമിയം ഇക്കോണമിക് ക്ലാസ് സൗകര്യവും ഉൾപ്പെടുത്തും. സർവീസുകൾ ആരംഭിക്കുന്നത് നവംബർ 1 മുതൽ. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ തനിക്ക് മികച്ച പിന്തുണ ലഭിക്കുമെന്ന് നിലവിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. തനിക്ക് ലഭിക്കുന്ന പിന്തുണയിൽ വലിയ അഭിമാനമുണ്ട്. ഉടൻ തന്നെ ഔദ്യോഗികമായി പാർട്ടി സ്ഥാനാർത്ഥിയാകുമെന്നും കമല ഹാരിസ് എക്സിൽ. കമല ഹാരിസിന്റെ പ്രതികരണം ജോ ബൈഡൻ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് അറിയിച്ചതിന്റെ പിന്നാലെ. വിസയിലെത്തുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഒരുങ്ങുന്നു. പുതിയ പദ്ധതി പ്രകാരം ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ ആരോഗ്യ ഇൻഷുറൻസും ലഭിക്കും. UAEയുടെ പരിവർത്തന പദ്ധതികളിൽ ഒന്നാണ് ടൂറിസ്റ്റ് വിസയ്ക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ്. ഇൻഷുറൻസ് തുക, മറ്റ് സേവന മാനദണ്ഡങ്ങൾ എന്നിവ രാജ്യത്തെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്നാണ് നടപ്പിലാക്കുകയെന്ന് അധികൃതർ. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ IT സ്റ്റാൻഡിംഗ് കമ്മിറ്റി വൈസ് ചെയർമാനായി ഐഷ അൽ മെഹൈറിയെ നിയമിച്ചു. തീരുമാനം അറിയിച്ചത് ഷാർജ എയർപോർട്ട് അതോറിറ്റി. IT മേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുമെന്ന് മെഹൈറി. ഒമാനിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുവാൻ ഇംഗ്ലണ്ടിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ.
ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒമാനെ വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റുവാൻ മന്ത്രാലയം നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി. ക്യാമ്പയിൻ നടക്കുന്നത് ഒമാനിലെ മനോഹരമായ സ്ഥലങ്ങൾ ചിത്രീകരിക്കുന്ന ഹോർഡിംഗ്സുകളും ചിത്രങ്ങളും പതിച്ചുകൊണ്ട്. ഖത്തറിലെ സൂഖ് വാഹിക് ഈത്തപ്പഴമേളയ്ക്ക് നാളെ തുടക്കം. വൈവിധ്യങ്ങളായ ഈത്തപ്പഴങ്ങളുമായി സൂഖിലേക്ക് എത്തുന്നത് 100-ലേറെ പ്രാദേശിക ഫാമുകളാണ്. ഈത്തപ്പഴത്തിന് പുറമെ പേസ്ട്രീസ്, കേക്ക്, ജാം, ജ്യൂസ് തുടങ്ങി വിവിധ ഈത്തപ്പഴ വിഭവങ്ങളും പ്രദർശനത്തിൽ ലഭ്യമാകും. ആകാശത്തെ ആഡംബര യാത്രയ്ക്ക് പുതിയ മാനങ്ങൾ നൽകി ഖത്തർ എയർവേസ്. ക്യൂസൂട്ട് നെക്സ്റ്റ് ജെൻ അവതരിപ്പിച്ച എയർവേസ് പുതിയ ബിസിനസ് ക്ലാസ് അവതരിപ്പിച്ചത് ബ്രിട്ടനിലെ ഫാൻബറോയിൽ നടക്കുന്ന എയർ ഷോയിൽ. ടൂറിസ്റ്റുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി UAE. അടിയന്തര സാഹചര്യങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് ചികിത്സ ലഭ്യമാകും. ഇൻഷുറൻസ് തുക, മറ്റ് സേവന മാനദണ്ഡങ്ങൾ എന്നിവ രാജ്യത്തെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്നാണ് നടപ്പാക്കുകയെന്ന് അധികൃതർ. ബ്രസീലിൽ സ്രാവുകളിൽ കൊക്കെയിൻ സാന്നിധ്യം കണ്ടെത്തി. സ്രാവുകളിലെ മയക്കുമരുന്ന് സാന്നിധ്യം അവയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുമെന്ന് ശാസ്ത്രജ്ഞർ. റിയോ ഡി ജനീറോയ്ക്ക് സമീപമുള്ള 13 ബ്രസീലിയൻ ഷാർപ്പ് സ്രാവുകളിലാണ് പഠനം നടത്തിയത്. പഠനത്തിൽ മറൈൻ ബയോളജിസ്റ്റുകൾ സ്രാവുകളുടെ പേശികളിലും കരളിലും ഉയർന്ന അളവിൽ കൊക്കെയിൻ കണ്ടെത്തി. മോട്ടോർ സൈക്കിൾ മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ടാറ്റിയാന ഒസോലീന എന്ന മോട്ടോ താന്യ വാഹനാപകടത്തിൽ മരിച്ചു. 38-കാരിയായ ഒസോലീന ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ട്രക്കിൽ ഇടിക്കുകയായിരുന്നെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിദഗ്ധ സഹായം എത്തും മുമ്പേ മരണപ്പെട്ടു എന്നും റിപ്പോർട്ട്. 2023-ലെ മോട്ടോ ബ്ലോഗർ, ട്രാവൽ ബ്ലോഗർ ഓഫ് ദ ഇയർ അംഗീകാരങ്ങൾ ഒസോലീനയ്ക്കായിരുന്നു. പാർട്ടി ലീഡർ സ്ഥാനമൊഴിഞ്ഞ് ഋഷി സുനക്. രാജിവെച്ചത് കൺസർവേറ്റീവ് പാർട്ടിയുടെ കനത്ത പരാജയത്തെ തുടർന്ന്. പുതിയ നേതാവിന്റെ പ്രഖ്യാപനം നവംബർ 2-ന്. ഋഷി സുനക്കിന്റെ രാജി പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തോൽവിയെ തുടർന്ന്. ക്രൊയേഷ്യയിലെ നഴ്സിംഗ് ഹോമിലെ വെടിവെപ്പിൽ അക്രമിയുടെ അമ്മയടക്കം 6 മരണം. പരിക്കേറ്റ 5 പേരുടെ നില ഗുരുതരമാണ്. അക്രമ കാരണം വ്യക്തമല്ലെന്ന് മന്ത്രി മരിയൻ പില്ലറ്റിക്. അക്രമി മുൻ സൈനികനെന്ന് അധികൃതർ. ലുധിയാനയിൽ UK വിസ വാഗ്ദാനം ചെയ്ത് യുവതിയെ ബലാത്സംഗം ചെയ്തയാൾ പിടിയിൽ. ഹോട്ടൽ മുറിയിലെത്തിച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നാണ് യുവതിയുടെ പരാതി. പ്രതിയുടെ പിതാവ് 5 ലക്ഷം രൂപ തട്ടിയെടുത്തു. പീഡനശേഷം പ്രതികൾ യുവതിയെ വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞെന്നും യുവതി. തീരപ്രദേശമായ ഖൽബ ഗേറ്റിന്റെ മുഖച്ഛായ മാറ്റുമെന്ന പദ്ധതിയുമായി ഷാർജ ഭരണകൂടം. നടപ്പിലാക്കുന്നത് ഖൽബ ഗേറ്റ് പൈതൃക മ്യൂസിയം, പാർക്കിന്റെ പുനർനിർമ്മാണം, പുരാവസ്തു, പൈതൃക ടൂറിസം പദ്ധതികൾ. ഭംഗി കൂട്ടുവാൻ പർവ്വതങ്ങളിലെ 4500 ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കും. കുവൈറ്റിൽ സ്വകാര്യ സർക്കാർ തൊഴിൽ മേഖലയിൽ വിദേശികളുടെ എണ്ണം കൂടുന്നുവെന്ന റിപ്പോർട്ട്. സ്വകാര്യ മേഖലയിൽ 27,000 ആളുകളുടെയും സർക്കാർ മേഖലയിൽ 885 പേരുമാണ് വർദ്ധിച്ചത്. കണക്കുകൾ പുറത്തുവിട്ടത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ. കുവൈറ്റ് സൗദി റെയിൽപാത പൂർത്തിയാകും. പദ്ധതി റിപ്പോർട്ട് അംഗീകരിച്ച് കുവൈറ്റും സൗദിയും. റെയിൽപാത നിർമ്മിക്കുന്നത് 500 കിലോമീറ്റർ ദൂരത്തിൽ. 6 ട്രിപ്പുകളിലായി ദിവസേന പ്രതീക്ഷിക്കുന്നത് 3500 യാത്രക്കാരെ. 500 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്നത് 1 മണിക്കൂർ 40 മിനിറ്റ്. സ്വത്ത് തർക്ക
തർക്കത്തെ തുടർന്ന് സഹോദരന്റെ മക്കളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തോമസ് ചാക്കോയുടെ വധശിക്ഷ ഒഴിവാക്കി ഹൈക്കോടതി. ജീവപര്യന്തം തടവ് ശരിവച്ച ഡിവിഷൻ ബെഞ്ച് 30 വർഷത്തേക്ക് ഇളവില്ലാത്ത തടവ് ശിക്ഷ വിധിച്ചു. 2013 പ്രതി കൊലപ്പെടുത്തിയത് സഹോദരന്റെ മക്കളായ മെൽബിൻ, മെബിൻ എന്നിവരെ. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിലയിരുത്തിക്കൊണ്ട്. അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ വനിതാ അഭിഭാഷകരുടെ പരാതി. ലേഡീസ് റൂമിൽ കടന്നു കയറി ഫയലുകൾ നശിപ്പിച്ചു. സംഭവം അന്വേഷിക്കാനെത്തിയ വനിതാ അഭിഭാഷകരെ അപമാനിച്ചെന്നും പരാതിയിൽ. എറണാകുളം സെൻട്രൽ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. നദിയിൽ ഇന്ധനം ചോർന്നതായി സംശയം. പേരൂർച്ചാൽ പാലത്തിന് കീഴെ ഓയിൽ സാന്നിധ്യം കണ്ടെത്തിയത് ഇന്ന് രാവിലെ മുതലാണ്. മാലിന്യം കലർത്തിയതാണെങ്കിൽ കർശന നടപടി ഉണ്ടാവുമെന്ന് വ്യക്തമാക്കി റാന്നി MLA പ്രമോദ് നാരായണൻ. ഇന്നലെ ആറ്റിലേക്ക് മറിഞ്ഞ ലോറിയിൽ നിന്നുള്ള ഇന്ധനം ചോർന്നതാകാമെന്നും സംശയം. ജലത്തിൽ കലർന്നത് എന്തെന്ന് പരിശോധനയോടെ മാത്രമേ കണ്ടെത്താനാകൂ എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ്. കൊച്ചിയിൽ സ്കൂൾ വാൻ മതിലിലിടിച്ച് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനം. അപകടം നടന്നത് രാവിലെ 9 മണിയോടെ കാക്കശ്ശേരി കാളിയാർ റോഡിന് സമീപം. പരിക്കേറ്റ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കനത്ത മഴയും അപകടകരമായ വളവുമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. പാലക്കാട് ചെർപ്പുളശ്ശേരി നെല്ലായിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതി മരിച്ചു. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന പട്ടിശ്ശേരി ഏറത്തു വീട്ടിൽ പ്രീതിയാണ് മരിച്ചത്. ഭർത്താവ് രാമൻകുട്ടിക്ക് പരിക്കേറ്റു. അപകടം ഇന്ന് രാവിലെ 9:30. മാലിന്യമുക്ത നവകേരളം പദ്ധതി ആലോചിക്കാൻ സർവകക്ഷി യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജൂലൈ 27 ശനിയാഴ്ച വൈകിട്ട് 3:30 യോഗം. മാലിന്യ നിർമ്മാർജ്ജനം ജനകീയ ക്യാമ്പയിനായി നടപ്പിലാക്കാനുള്ള പദ്ധതി യോഗത്തിൽ വയ്ക്കും. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള ഫയർ സർവീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഉദ്യോഗസ്ഥരെ ആദരിച്ചത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ്. അഗ്നിശമന സേന മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമെന്നും ദുരന്തമുണ്ടായാൽ കേരളം എങ്ങനെ നേരിടുമെന്നതിന്റെ ധൈര്യമാണ് ഫയർഫോഴ്സ് എന്നും മന്ത്രി. തൃശൂർ ചാലക്കുടിയിൽ റെയിൽവേ മേൽപ്പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയവരെ കണ്ടെത്തി. നാദാപുരം സ്വദേശിക്ക് മുക്കുപണ്ടം നൽകി പണം കൈക്കലാക്കി ഓടുന്നതിനിടയിലാണ് 4 പേർ അപകടത്തിൽപ്പെട്ടത്. 3 പേർ പുഴയിലേക്ക് ചാടുകയും ഒരാൾ ട്രെയിൻ തട്ടി പുഴയിലേക്ക് വീഴുകയും ചെയ്യുകയായിരുന്നു. ട്രെയിൻ തട്ടിയയാൾ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം കുണ്ടന്നൂർ തേവര പാലം തുറന്നു. നിലവാരം കുറഞ്ഞ അറ്റകുറ്റപ്പണികളെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പാലത്തിൽ അരി വറുത്ത് യാത്രികർക്ക് നൽകി പ്രതിഷേധിച്ച പൗരസമിതി. പാലം തുറന്നത് 2 ദിവസം നീണ്ടുനിന്ന അറ്റകുറ്റപ്പണികൾക്ക് ശേഷം. ശമ്പള വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് 108 ആംബുലൻസ് ജീവനക്കാർ നടത്തിവന്ന പണിമുടക്ക് സമരം അവസാനിപ്പിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് എല്ലാ മാസവും 7-ാം തീയതി ശമ്പളം നൽകുമെന്ന ഉറപ്പ് പാലിക്കാത്തതിലും ജൂൺ മാസത്തെ ശമ്പളം ഇതുവരെ നൽകാത്തതിലും പ്രതിഷേധിച്ച്. സമരം അവസാനിപ്പിച്ചത് ഈ മാസം 30-ന് ശമ്പള വിതരണം ചെയ്യുമെന്നും എല്ലാ മാസവും 10-ാം തീയതി ശമ്പള വിതരണം നടത്തുമെന്നും ഉറപ്പ് ലഭിച്ചതിൽ. വയനാട് നെല്ലിമുണ്ടയിൽ ജുമാ മസ്ജിദിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടം. വനം വകുപ്പ് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധം. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ഉപരോധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ DFO ഉൾപ്പെടെ സ്ഥലത്തെത്തി. അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ച നാട്ടുകാർ.
സംസ്ഥാനത്ത് തുടർച്ചയായ 5-ാം ദിവസവും സ്വർണ്ണവില താഴ്ന്നു. പവന് 200 രൂപയും ഗ്രാമിന് 25 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില പവന് 53,960 രൂപയിലും ഗ്രാമിന് 6,745 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. 1 ഗ്രാം ക്യാരറ്റ് സ്വർണത്തിന്റെ വില 5,605 രൂപ. ഗൂഗിൾ പാരന്റ് ആൽഫബറ്റുമായുള്ള $23 ബില്യൺ കരാർ പിൻവലിച്ച് US സൈബർ സുരക്ഷാ സ്റ്റാർട്ടപ്പ് വിസ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി മറ്റു കമ്പനികൾക്ക് അവസരം നൽകുകയാണെന്ന് CEO അസഫ് റാപ്പാപ്പോർട്ട്. പുതുതായി അവസരം നൽകുന്നത് വാർഷിക വരുമാനം $1 ബില്യൺ കമ്പനികൾക്ക്. വിൽപ്പനയിൽ 2 ലക്ഷം യൂണിറ്റ് മറികടന്ന ചേതക് EV 2024 ജനുവരി മുതൽ ജൂൺ വരെ വിറ്റത് 66,512 ചേതക്കുകൾ. മറികടന്നത് എതർ എനർജിയുടെ റെക്കോർഡാണ്. നേട്ടം രേഖപ്പെടുത്തി ചേതക് പുത്തൻ വേരിയന്റ് മോഡലുകളും. ആഡംബര കാറുകളിലും വിഷ്ബോക്സ് EMI സംവിധാനം ഏർപ്പെടുത്തി ബെൻസ്. ലക്ഷ്യമിടുന്നത് സാധാരണക്കാരായ ഉപഭോക്താക്കളെ. ആരംഭിച്ചത് സ്റ്റെപ്പ് അപ്പ് EMI ഹോളിഡേ എന്നിങ്ങനെ 2 പുതിയ ഓപ്ഷനുകൾ. ഇതോടെ മാസശമ്പളക്കാർക്കും ബെൻസ് കാർ വാങ്ങാമെന്ന് കമ്പനി. $85,500 രൂപ വരെ വിലക്കിഴിവുമായി മാരുതി സുസുക്കി ഫ്രോങ്സ്. പ്രഖ്യാപിച്ചത് ക്യാഷ് ഡിസ്കൗണ്ട്, എക്സ്ചേഞ്ച് ബോണസ്, കോർപ്പറേറ്റ് ഡിസ്കൗണ്ട് ഓഫറുകൾ. ടർബോ പെട്രോളിന് 85,500 രൂപയും പെട്രോൾ മാനുവലിന് 32,500 രൂപയും ഓട്ടോമാറ്റിക്കിന് 35,000 രൂപയും CNGക്ക് 10,000 രൂപയുമാണ് കിഴിവ്. മാരുതി സുസുക്കി ഡിസയർ 4ാം തലമുറ ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്യും. ഡിസയർ എത്തുന്നത് പുത്തൻ SUV 4 മീറ്റർ സെഡാൻ സ്വിഫ്റ്റ് ഹാച്ച്ബാക്കിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട്. വണ്ടിയുടെ ലുക്കിലും സ്റ്റൈലിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മാരുതി. പുത്തൻ 2 EVകൾ നിരത്തിലിറക്കാൻ ഒരുങ്ങി മഹീന്ദ്ര. പുറത്തിറക്കുന്നത് മഹീന്ദ്ര 3XO EV, മഹീന്ദ്ര XUV E8 മോഡലുകൾ. 3XO EV ബുക്കിംഗ് ആരംഭിച്ച കമ്പനി. SUV E8 ഡിസംബറോടെ പുറത്തിറക്കുമെന്നും മഹീന്ദ്ര. ജനറേഷൻ A18 ചിപ്പ് SE മോഡൽ ഫോണുമായി ആപ്പിൾ. ഫോൺ എത്തുന്നത് 8GB റാമിലും 6.06 ഇഞ്ച് ഓൾഡ് ഡിസ്പ്ലേ, ടച്ച് ഐഡന്റിറ്റി സെൻസർ, ഫേസ് ID സെൻസർ, 48MP ക്യാമറ എന്നീ സവിശേഷതകളുമായി. കണക്ടിവിറ്റിയിലേക്ക് മാറാൻ ഒരുങ്ങി BSNL. മാറ്റം സാച്ചുറേഷൻ പദ്ധതിയുടെ ഭാഗമായി 1000 4G സൈറ്റുകൾ സ്ഥാപിച്ച BSNL. പദ്ധതി ചെലവ് 26,316 കോടി രൂപ. സേവനം എത്തിക്കുന്നത് 24,680 ഗ്രാമങ്ങളിൽ. രൂപയുടെ പഴയ ഡേറ്റ പ്ലാൻ പുനഃസ്ഥാപിച്ച് റിലയൻസ് ജിയോ. ദിവസേനയുള്ള ഡേറ്റ ഉപയോഗത്തിലും നിയന്ത്രണം. ഉപഭോക്താക്കൾക്ക് ഇനി ഉപയോഗിക്കാനാവുന്നത് ദിവസേന 2 GB ഡേറ്റ മാത്രം. വെട്ടിക്കുറച്ചത് 58 GB. രാജ്യത്ത് മൊബൈൽ ഫോൺ ചാർജർ എന്നിവയ്ക്ക് വില കുറയും. മാറ്റം ബജറ്റിലെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 15% കുറച്ചതോടെ ഇലക്ട്രോണിക്സ് ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വ്യവസ്ഥകൾക്ക് വിധേയമായി. ജൂൺ പാദത്തിൽ ഏകീകൃത അറ്റാദായത്തിൽ വർധനവ് റിപ്പോർട്ട് ചെയ്ത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. FMCG മേജറിന്റെ വരുമാനം വാർഷിക അടിസ്ഥാനത്തിൽ 1.4% ഉയർന്ന് 15,707 കോടി രൂപയായെന്ന് കമ്പനി.
ശേഷം അതേ ടീം ഒന്നിക്കുന്ന ഹൊറർ കോമഡി ചിത്രം സുമതി വളവ് ഒരുങ്ങുന്നു. 90കളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രത്തിന് ഛായാഗ്രാഹകൻ പി വി ശങ്കറാണ്. വാട്ടർമാൻ ഫിലിംസിന്റെ ബാനറിൽ ശ്രീമുരളി കുന്നുംപുറത്ത് നിർമ്മിക്കുന്ന സുമതി വളവിൽ അർജുൻ അശോകൻ, മാളവിക മനോജ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തും. ചിത്രത്തിൽ ശ്യാം മോഹൻ, സജിൻ ഗോപു, ലാൽ, സൈജു കുറുപ്പ്, ജയകൃഷ്ണൻ, ദേവനന്ദ, നിരഞ്ജ് മണിയംപിള്ള, രാജു, ജീൻ പോൾ എന്നിവരുമുണ്ടാകും. നയൻതാരയ്ക്ക് നായകനായി കവിൻ. ഏറെ ശ്രദ്ധ നേടിയ ദാഡ, സ്റ്റാർ എന്നീ ചിത്രങ്ങളിലൂടെ തമിഴകത്തെ നായക നിരയിൽ ആരാധകരെ നേടിയെടുത്ത കവിൻ നയൻസിനൊപ്പം സ്ക്രീനിലെത്തുന്നത് ആദ്യമായിട്ടാണ്. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവെച്ച് നയൻതാര. പുതിയ ചിത്രത്തിന്റെ സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ സംവിധാന സഹായി വിഷ്ണു ഇടവന. അക്ഷയ് കുമാർ നായകനാകുന്ന ഹിന്ദി ചിത്രം കേൽ കേൽ മെയിൻ ഓഗസ്റ്റ് 15-ന് റിലീസാകും. തപ്സി പന്നു നായികയാകുന്ന ചിത്രത്തിൽ ഫർദീൻ ഖാൻ, വാണി കപൂർ, ആമി വിർക് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ബേസിൽ ജോസഫിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നുണക്കുഴിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം ഓഗസ്റ്റ് 15-ന് പ്രദർശനത്തിനെത്തും. നുണക്കുഴിയുടെ തിരക്കഥാകൃത്ത് 12th മാൻ, കൂമൻ എന്നീ ജിത്തു ജോസഫ് ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ച KR കൃഷ്ണകുമാറാണ്. നാട്ടിൻപുറത്തെ മാന്ത്രികന്റെ കഥ പറയുന്ന കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. പ്രണയത്തിന്റെയും നർമ്മത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രത്തിൽ വിനോദ് കോവൂരും സുമിത് MP പ്രധാന കഥാപാത്രങ്ങളാകും. ഷെയ്ൻ നിഗം നായകനാകുന്ന തമിഴ് ചിത്രം മദ്രാസ്കാരന്റെ ടീസർ റിലീസ് ഉടൻ. ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് വാലി മോഹൻദാസ്. ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഡിസംബറിൽ.